പൊതുനിരത്തിലെ പരിപാടികളെ കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കപ്പെടേണ്ടതുണ്ടോ? സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ്. സമരമടക്കമുള്ള പരിപാടികൾക്കായി പ്രത്യേകമായ സ്ഥലങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട്. ചർച്ച നടത്തി മുന്നോട്ട് പോയാൽ എതിർപ്പില്ല എന്നാണ് BJP-യും വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഴിതടഞ്ഞ് സ്റ്റേജ് കിട്ടിയ സംഭവത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉയർന്നത്. പൊതുസ്ഥലങ്ങളിലെ പരിപാടികൾ ഒഴിവാക്കണമെന്ന ചർച്ച ഉയരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇത്തരമൊരു ആലോചന നേരത്തെ തുടങ്ങേണ്ടിയിരുന്നതാണ് എന്നാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട്. പൊതു ഇടങ്ങൾ സജ്ജമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്നും കടകംപള്ളി പറയുന്നു. പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് നിന്ന് മാറണം, ഒരു പൊതു ഇടം നമുക്ക് കണ്ടെത്താൻ സാധിക്കണമെന്നുള്ള ആലോചനയെല്ലാം വളരെ നാളുകളായിട്ട് നടക്കുന്നതാണ്. പക്ഷേ എവിടെയും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സർവകക്ഷി യോഗം തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട പ്രശ്നമാണ്. ഗവൺമെൻറ് എന്നുള്ള നിലയിലൊന്നും ഒരു തീരുമാനം അക്കാര്യത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന്. ഡൽഹിയിലെ ജന്തർ മന്ദർ മാതൃകയിൽ ഒരു പ്രത്യേക സ്ഥലം സമരങ്ങൾക്കും മറ്റ് പരിപാടികൾക്കുമായി കണ്ടെത്തണമെന്നാണ് MMS മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഹർത്താലിലുണ്ടായ ജീവനാശത്തിനും വസ്തുക്കളുടെ നാശനഷ്ടത്തിനും ഹർത്താൽ നടത്തിയവരിൽ നിന്ന് അതിന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള 1-2 ഉത്തരവുകൾ വന്നപ്പോൾ ഇപ്പോൾ ഹർത്താൽ കുറഞ്ഞില്ലേ? അതുപോലെ ഒരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഉണ്ടാക്കണമെന്നുള്ളതാണ്. ഏകപക്ഷീയമായ തീരുമാനമുണ്ടാകാതെ ചർച്ചയിലൂടെ പൊതുധാരണയിലേക്ക് എത്തണമെന്നാണ് BJP-യുടെ നിലപാട്. ഹൈക്കോടതിയുടെ വിധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു സമവായത്തിലേക്ക് വന്നാൽ പൊതുവായിട്ടൊരു സമരവീഥി അല്ലെങ്കിൽ ഒരു സമര പദം അത് നമുക്ക് കേരളത്തിലും തിരുവനന്തപുരത്തും സൃഷ്ടിക്കാൻ സാധിക്കും. പൊതുജന ജീവിതത്തിന് ശല്യം വരുത്താതെ സമരങ്ങളും പരിപാടികളും നടത്തണമെന്ന രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും പറയുന്നു. എന്നാൽ ഒരു തീരുമാനം മാത്രം ഉണ്ടാകുന്നില്ല. കോടതിയിൽ നിന്നും ഇനിയും ശാസന കേൾക്കാതെ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.